CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ISLന്റെ 12ാമത്തെ സീസണിലേക്കുള്ള പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC സമ്മർ ട്രാൻസ്ഫർ ജാലകം തുറന്നതിന് ശേഷം ആദ്യ സൈനിങ് പൂർത്തീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഏതായാലും അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സൈനിങ് ആണിത്. അമീർ റണവഡെ എന്നുള്ള ആ ഒരു താരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഫ്രീ ട്രാൻസ്ഫറിലൂടെ ഇന്ത്യൻ യുവ ഗോൾ കീപ്പർ താരത്തെയാണ് നിലവിൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുള്ളത്. മോഹൻ ബഗാനുമായി കരാർ അവസാനിച്ച ആർഷ് അൻവർ ഷെയ്ഖ് എന്നുള്ള യുവതാരത്തെയാണ് ഫ്രീ ട്രാൻസ്ഫറിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC 2028 വരെ നീളുന്ന 3 വർഷത്തെ കരാറിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇത് ഒഫീഷ്യലായി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുമുണ്ട്. അമീർ റണവഡെ, ആർഷ് അൻവർ ഷെയ്ഖ് എന്നീ രണ്ട് താരങ്ങളുടെ സൈനിങ് മാത്രമാണ് ഇതുവരെയായും കേരള ബ്ലാസ്റ്റേഴ്സ് FC പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്നതിന് മുമ്പായി കൊണ്ട് മികച്ച ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് കൊണ്ടുവരേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈനിങ് എല്ലാം കാത്തിരിക്കുകയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർ. ഏതായാലും ഈ ഒരു പുതിയ ആഴ്ചയുള്ള ഗോൾ കീപ്പറെ നോക്കുകയാണെങ്കിൽ വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം ഒരു യങ് ഗോൾ കീപ്പർ തന്നെയാണ്. വലിയ രീതിയിൽ ISL മത്സരങ്ങളും കളിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത താരമായതുകൊണ്ട്, അഥവാ നല്ലൊരു ഗോൾ കീപ്പർ ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ ഈ ഒരു താരത്തിന് മേൽ നല്ല ട്രെയിനിങ്ങുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗോൾ കീപ്പറായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കൂടാതെ തന്നെ ഈ ഒരു താരത്തെ, അഥവാ ഈ ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കിയതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ ഏതായാലും 20 ലക്ഷത്തോളം രൂപ കൊടുത്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുൻ താരമായിട്ടുള്ള ദിമിത്രിയോസ് ഡയമൻഡോസിനെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2025-26 സീസണിന് മുന്നോടിയായുള്ള ട്രാൻസ്ഫർ വിൻഡോ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും തങ്ങളുടെ സ്ക്വാഡ് ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രീക്ക് മുന്നേറ്റ താരം ദിമിത്രിയോസ് ഡയമൻഡോസ് അടുത്ത സീസണിലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ തുടരുമെന്നുള്ളതാണ്. ദിമിത്രിയോസ് ഡയമൻഡോസ് ഈസ്റ്റ് ബംഗാൾ വിടുമെന്ന് ബന്ധപ്പെട്ടുള്ള ഒരുപാട് റൂമറുകളും അഭ്യൂഹ വാർത്തകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർക്കസ് മെർഗുല എന്നുള്ള പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകൻ ദിമിത്രിയോസ് ഡയമൻഡോസ് ഈസ്റ്റ് ബംഗാളിൽ തുടരുമെന്നുള്ളത് അപ്ഡേറ്റ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അതോടൊപ്പം ഈസ്റ്റ് ബംഗാൾ നിലവിൽ ദിമിക്കൊപ്പം കളിക്കാൻ കെൽപ്പുള്ള ഒരു മറ്റൊരു താരത്തെയാണ് നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒട്ടേറെ താരങ്ങൾ ഈസ്റ്റ് ബംഗാളിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഇതുവരെ ഒരു താരവുമായി കരാറിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ ദിമിത്രിയോസ് ഡയമൻഡോസ് ഇപ്പോഴും ഒട്ടേറെ മലയാളി താരങ്ങളുടെ പ്രിയ താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ താരം ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നതിൽ ആരാധകർക്ക് ഏറെ സന്തോഷവുമുണ്ട്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC വിട്ടിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രെങ്ത്തും കൂടാതെ തന്നെ കണ്ടീഷനൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള കോച്ചായുള്ള റഫ മോണിഗ്രോ ക്ലബ്ബ് വിട്ടിട്ടുണ്ടായിരുന്നത്. പുതിയ പരിശീലകൻ ഡേവിഡ് കാറ്റാലയ്ക്കൊപ്പം അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഭാഗമായിട്ടുള്ള ഒരു പരിശീലകനായിരുന്നു റഫ എന്നുള്ളത്. എന്നാൽ കേവലം 2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ക്ലബ്ബ് വിട്ടത് അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. റഫ ക്ലബ്ബ് വിട്ടതിന്റെ കാരണം വ്യക്തമല്ല എങ്കിലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം റഫ ക്ലബ്ബ് വിട്ടതിൽ ദുരൂഹതകളൊന്നും ഇല്ല എന്നും ക്ലബ്ബ് വിടുക എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള പരിശീലകൻ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ക്ലബ്ബ് വിട്ടു പോവുക എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.